2014 തുടങ്ങുന്നു, 2024 2300 കോടി ടേൺ ഓവർ ചെയ്യുന്നു. 40 മില്യണോളം ഉള്ളപ്പോൾ ഇന്ന് അദ്ദേഹം ചെയ്തത് 120 മുകളിൽ മില്യനാണ്. ഈ 100 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്ന അറിവ് ലിമിറ്റഡ് അല്ല. അപ്പൊ അതിന് കാരണം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്നതാണ് ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം, കൊലാബറേറ്റീവ് ലേണിംഗ്. ആദ്യമായിട്ടൊരു വലിയ കാർ മേടിച്ചു. ഈ NH ബൈപ്പാസിലൂടെ പോയപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഓടിക്കുന്നത് വലിയ കാറാണ്, ഞാൻ പോകുന്ന റോഡ് വലിയ റോഡാണെന്ന്. ദുബായിലെത്തുന്നവരെ, ദുബായിലെത്തിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കാർ ചെറുതും എൻ്റെ റോഡ് ചെറുതുമാണെന്ന്. അപ്പോൾ പുറത്തു പോയാലേ വലിപ്പത്തിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഉണ്ടാക്കലാണ് ബിസിനസിൻ്റെ ആത്യന്തിക പർപ്പസ് എന്ന് എവൻ വിശ്വസിച്ചോ അവൻ്റെ കഥ തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്പേസ് എന്ന് പറയുന്നത് ഒരു എന്റർപ്രണർ കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിൽ ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഉണ്ട്, ഒരുപാട് ബിസിനസ്സുകാരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ എന്തിനാണ് വേറൊരു കമ്മ്യൂണിറ്റി? അതിന് ഉത്തരം എങ്ങനെയാണ്? എന്ത് ചെയ്യുമ്പോഴും ഒരു പർപ്പസ് വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വൈ ആണ് പ്രധാനം, ഹൗ അല്ല. ഞാനൊരു പ്രൊഫഷണൽ ഡിഗ്രി പഠിച്ചിട്ട് ട്രെയിനർ ആയതല്ല. എൻ്റെ അച്ഛനൊരു ചായക്കടക്കാരനായിരുന്നു. ഞാനൊരു കൊറിയറിലാണ് ജോലി ചെയ്തത്. ഞാനൊരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിന്ന ആളാണ്. പഠിപ്പിക്കാനുള്ള പാഷൻ ആയതുകൊണ്ട് ട്രെയിനിങ് എന്താണെന്ന് അറിയില്ല, അങ്ങനെ വന്നതാണ്. എനിക്ക് ഹൗ അറിയാൻ പാടില്ലായിരുന്നു, എങ്ങനെ ട്രെയിനർ ആവണം എന്ന് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ എനിക്ക് വൈയിൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. വൈ, ഞാൻ എന്തിനിത് ചെയ്യണം എന്നതിൽ എനിക്ക് ഭയങ്കര വ്യക്തത ഉണ്ടായിരുന്നു. എൻ്റെ വൈ എൻ്റെ ഹൗവിനെ ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറയുക. അപ്പൊ ഈ വൈ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സ്പേസ് തുടങ്ങുന്നതിന് മുമ്പ് വൈ, എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്ന ഒരു ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചു. അപ്പോൾ കണ്ടെത്തിയ 5 ഉത്തരങ്ങൾ ഇന്നും നമ്മൾ പാലിക്കുന്നു. 1, ഗ്രോത്ത് ഓറിയന്റഡ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം. നിങ്ങൾ ലോകത്ത് ബിസിനസ് ചെയ്യുന്ന ഏതാളെ കണ്ടുമുട്ടിക്കോളൂ. 2 കാറ്റഗറിയാണ് അവർ. ഒന്നില്ലെങ്കിൽ ഇതിൽ പെടുത്താം, അല്ലെങ്കിൽ അതിൽ പെടുത്താം. ഞാൻ പറയുന്ന ഒരു കാറ്റഗറി ഗ്രോത്ത് തിങ്കേഴ്സ് ആണ്. പെട്ടെന്ന് നിങ്ങൾ അവർ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ മദനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ പക്ക ഗ്രോത്ത് തിങ്കറാണ്. ഗ്രോത്ത് തിങ്കറെ എങ്ങനെ തിരിച്ചറിയാം? നടക്കുമ്പോൾ അവർ നേരെ നോക്കി നടക്കും. ഒരു മെറ്റഫറാണ് ഞാൻ ഉപയോഗിച്ചത്. അവർ ഗ്രോത്തിനെ കുറിച്ച് പറയും, അവരിങ്ങനെ വിരിഞ്ഞു പോകുന്നതിനെ കുറിച്ച് പറയും. 2ാമത്തെ കാറ്റഗറിയാണ് മെയിൻ്റനൻസ് തിങ്കർ. ഈ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ മെയിൻ്റനൻസ് തിങ്കർ. ഇവർ മെയിൻ്റനൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ നടക്കുമ്പോൾ താഴെ നോക്കി നടക്കും. താഴെ നോക്കി നടക്കണേ എന്തിനാന്ന് ചോദിച്ചാൽ അവർ പറയും, കാല് താഴെയല്ലേ കുത്തണ, പിന്നെ താഴെയല്ലേ നോക്കേണ്ടതെന്ന് പറഞ്ഞു. അതാണ് അവരുടെ ലോജിക്ക്. ഇവരെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് അറിയാമോ? നിങ്ങൾ ഇവിടെ 10 മിനിറ്റ് വർത്താനം പറയൂ, 10,000 കുറ്റം പറയൂ. ഇവർ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, കള്ളന്മാരാണ്, എന്നെ പറ്റിച്ചുകൊണ്ട് പോയി, ഒരു HR മാനേജർ ഒരു പണിയെടുക്കില്ല. കാരണം ഇവർ താഴെ നോക്കി നടക്കുന്നതുകൊണ്ട് കല്ലും മുള്ളും ചെളിയെല്ലാം ഇവർ കാണും. മറ്റവൻ്റെ ഓഫീസിലും ഈ പ്രശ്നമുണ്ട്, പക്ഷെ അയാൾ അവിടെ നോക്കി നടക്കുന്നതുകൊണ്ട് ഇതൊരു പ്രശ്നമേ അല്ല എന്നതാണ്. നിങ്ങൾ സ്പേസിൽ ആളുകളെ പരിചയപ്പെട്ടോളൂ. മെജോറിറ്റി ഗ്രോത്ത് തിങ്കർ ആയിരിക്കും. ആ ഇരിക്കുന്ന സുധീർ K. നായർ എന്ന് പറയുന്ന ആൾ 2014 നാവിയോ ഷിപ്പിംഗ് തുടങ്ങുന്നു, 2024 2300 കോടി ടേൺ ഓവർ ചെയ്യുന്നു. ഇവിടെ ഷൈൻ ഷാജഹാൻ എന്ന് ഒരാളുണ്ട്, ചോദിച്ചു നോക്കണം. 40 മില്യൺ വരുന്നു കഴിഞ്ഞ കൊല്ലം അദ്ദേഹം ചെയ്ത്. ഞങ്ങളുടെ ആദ്യത്തെ വിദേശി മെമ്പർ എന്നാ പറയുക. അന്ന് ഓൺലൈനൊന്നുമില്ല. അദ്ദേഹം രാവിലെ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ വരും, ക്ലാസ് അറ്റൻഡ് ചെയ്ത് വൈകുന്നേരം തിരിച്ചു പോകും. 40 മില്യണോളം ഉള്ളപ്പോൾ ഇന്ന് അദ്ദേഹം ചെയ്തത് 120 മുകളിൽ മില്യനാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ വന്നു, ഇന്ത്യയിൽ തുടങ്ങുന്നു, IPO സ്വപ്നമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു ഗ്രോത്ത് തിങ്കിങ്, എങ്ങനെയാണ് ഗ്രോത്ത് തിങ്കിങ് ഉണ്ടാവുക എന്ന ചോദ്യത്തിന് ഉത്തരം, 10 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ഒരു എന്റർപ്രണറാണോ നിങ്ങൾ? 8 രാജ്യങ്ങളിലായി 10 കോടി തൊട്ട് 2300 കോടി വരെ ടേൺ ഓവർ ചെയ്യുന്ന ഒരു എന്റർപ്രണർ കൂട്ടായ്മയാണ് സ്പേസ്. മിഷൻ 2030 എന്ന് പറയുന്ന വലിയ പർപ്പസിന് വേണ്ടി യാത്ര ചെയ്യുന്ന, പോസിറ്റീവായ എത്തിക്കലായി ബിസിനസ് ചെയ്യുന്ന ആ എന്റർപ്രണർ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും. ഇവിടെ കാണുന്ന ഫോൺ നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിലോ പൂരിപ്പിക്കുക. ഒന്നിച്ചു പഠിക്കാം, ഒന്നിച്ചു വളരാം. എങ്ങനെയാണ് ഗ്രോത്ത് തിങ്കിങ് ഉണ്ടാവുക എന്ന ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ ആരുടെ കൂടെയാണ് നടക്കുന്നത് അതാണ് നിങ്ങളുടെ തിങ്കിങ്. ഗ്രോത്ത് തിങ്കേഴ്സിന്റെ കൂടെ നടന്നാൽ നിങ്ങൾ ഗ്രോത്ത് തിങ്കർ ആകും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ വന്നാൽ ഗ്രോത്ത് തിങ്കിങ് ഉണ്ടാകും. 2ാമത്തെ കാര്യം കൊലാബറേറ്റീവ് ലേണിംഗ്. ട്രെയിനർമാരൊക്കെ പറയും, പല ട്രെയിനർമാർക്ക് ഒരു ധാരണയുണ്ട് എല്ലാം അറിയാമെന്ന്. അങ്ങനെ ഒരു ധാരണയൊന്നും എനിക്കില്ല കേട്ടോ. എല്ലാം അറിയുന്ന ഒരുത്തൻ ഈ ലോകത്തില്ല എന്നാണ്. അപ്പോൾ ഒരു ട്രെയിനർ വ്യക്തിയാണ്, അയാൾ ലിമിറ്റഡ് ആണ്. വ്യക്തികൾ എന്നും ലിമിറ്റഡ് ആണ്. പക്ഷേ കൊലാബറേറ്റീവ് ലേണിംഗ് ലിമിറ്റഡ് അല്ല. ഈ 100 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്ന അറിവ് ലിമിറ്റഡ് അല്ല. ഈ ഇരിക്കുന്ന ജോർജ് എന്ന് പറയുന്ന ആളിൽ നിന്ന് ഫിനാൻസ് പഠിക്കുന്നത്
ലിമിറ്റഡ് അല്ല, കാരണം അത്രയും അത്യുച്ഛലമായി ഫിനാൻസ് അദ്ദേഹം പറയും. അപ്പോൾ അതിന് കാരണം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ട് പഠിക്കുന്നതാണ് ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം, കൊലാബറേറ്റീവ് ലേണിംഗ്, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക, അതിനൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ കാര്യം ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിനെ കാണുക എന്നാണ്. ഞാനൊരു ആദ്യമായിട്ടൊരു വലിയ കാർ മേടിച്ചു. ഈ NH ബൈപ്പാസിലൂടെ പോയപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഓടിക്കുന്നത് വലിയ കാറാണ്, ഞാൻ പോകുന്ന റോഡ് വലിയ റോഡാണെന്ന്. ദുബായിലെത്തുന്നവരെ ദുബായിലെത്തിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കാർ ചെറുതും എൻ്റെ റോഡ് ചെറുതുമാണെന്ന്. അപ്പോൾ പുറത്ത് പോയാലേ വലിപ്പത്തിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഗ്ലോബൽ പെർസ്പെക്റ്റീവ് 8 രാജ്യങ്ങളിലുള്ള വളരെ മനോഹരമായി ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. നാലാമത്തത് കണ്ടിന്യൂസ് ലേണിംഗ് എന്നാണ്. പഠിത്തം എന്ന് നിർത്തിയോ അന്ന് മരിച്ചു പോകും എന്നാണ്. നിരന്തരം പഠിക്കണം. അതിന് കണ്ടിന്യൂസ് ലേണിംഗ് എല്ലാ ആഴ്ചയും നമ്മൾ ഒന്നിച്ചു വരും, എല്ലാ 2 മാസം ഒന്നിച്ചു വരും. നാലാമത്തെ പർപ്പസ്. അഞ്ചാമത്തെ പർപ്പസ് വളരെ പ്രധാനപ്പെട്ടതാണ്, എത്തിക്കൽ ആൻഡ് പീപ്പിൾ ഫസ്റ്റ് ഓർഗനൈസേഷൻ. കാശുണ്ടാക്കലാണ് ബിസിനസിൻ്റെ ആത്യന്തിക പർപ്പസ് എന്ന് എവൻ വിശ്വസിച്ചോ അവൻ്റെ കഥ തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വളരെ ലോജിക്കാണ്. എൻ്റെ സമഗ്രയിലെ സ്റ്റാഫ് എന്നോട് ചോദിക്കുകയാണ്, മധു സാർ എന്തിനാണ് സമഗ്ര തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാണ്, എനിക്ക് കാശുണ്ടാക്കാനാണെന്ന് ഞാൻ എന്ന് പറഞ്ഞോ അന്ന് അവർക്കത് മോട്ടിവേഷൻ ഉണ്ടാവില്ല. കാരണം എനിക്ക് കാശുണ്ടാക്കാൻ അവരെന്തിനു പണിയെടുക്കണം? മെസ്സി കളിക്കാൻ പോയപ്പോൾ മെസ്സിയോട് പറഞ്ഞു, എന്തിനാ കളിക്കണേ? എനിക്ക് 3 ഗോൾ അടിക്കാനാണ് കളിക്കണേ എന്നല്ല അയാൾ പറയുന്നത്, എൻ്റെ രാജ്യം വിജയിക്കാൻ, എൻ്റെ രാജ്യത്തെ ജനതയ്ക്ക് കൊടുക്കാൻ. അതുപോലെ ഒരു കോമൺ ഗോൾ, അത് എത്തിക്കലായിരിക്കണം, പീപ്പിൾ ഫസ്റ്റ് ആയിരിക്കണം, ആളുകൾക്ക് മുൻഗണന കൊടുക്കുന്നൊരു സ്ഥാപനമായിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ പർപ്പസുകളോട് തുടങ്ങപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് സ്പേസ് എന്ന് പറയുന്നത്.